പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തേടാതെ ജീവിക്കുന്ന ഒരാളുമില്ല. ആരോഗ്യം, സമാധാനം, സന്തോഷം, വിജയം ഇവയെല്ലാം നാം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മോട് ഉറപ്പ് നൽകുന്നു, നിങ്ങൾ യഹോവയെ സേവിക്കുവിൻ, അവൻ നിങ്ങളുടെ അപ്പത്തിനും വെള്ളത്തിനും അനുഗ്രഹങ്ങൾ നൽകും, രോഗങ്ങൾ നീക്കും. ഇതിലൊരു വാഗ്ദാനം മാത്രമല്ല, ഒരു ആത്മീയ നിയമവും ഒളിച്ചിരിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നത് ഒരു കടമയല്ല, അതൊരു ബന്ധമാണ്. നാം ദൈവത്തെ സത്യസന്ധമായി സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവൻ്റെ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കും. ദൈവം അനുഗ്രഹിക്കുവാൻ തയ്യാറാണ്. പക്ഷേ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നത് നമ്മുടെ സേവന മനോഭാവത്തിലൂടെ. നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ വയ്ക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഇടപെടുന്നതിന് നമുക്കൊരു ബോധ്യമുണ്ടാകണം. ദൈവത്തെ സേവിക്കുന്നവൻ ദൈവത്തോടൊപ്പം നടക്കുന്നു. അതായത് സേവനം ഒരു പ്രവൃത്തി മാത്രമല്ല, അത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയും കൂടെയാണ്. നാം ദൈവത്തെ ആദരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ ആദരിക്കും. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, ദൈവത്തെ ജീവിതത്തിന്റെ മുൻപിൽ വെക്കുക, അനുഗ്രഹം പിന്നിൽ നടക്കും. ഒരു ചെറിയ കഥ സൂചിപ്പിക്കട്ടെ. ഒരു കർഷകൻ തൻ്റെ വിളവിൻ്റെ ആദ്യ ഭാഗം എപ്പോഴും ദൈവത്തിനായി മാറ്റിവെക്കുക പതിവായിരുന്നു. അവൻ സമ്പന്നനല്ലായിരുന്നു, പക്ഷേ അവൻ്റെ വയൽ എല്ലായ്പ്പോഴും നല്ല വിളവ് നൽകിയിരുന്നു. ഒരാൾ ചോദിച്ചു, നിന്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന് നൽകുന്നവന്. ദൈവത്തിന് കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല, അതൊരനുഗ്രഹമാണ് എന്നും അവൻ സൂചിപ്പിച്ചു. ഈ വാക്കുകളിൽ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നു. നാം ദൈവത്തെ സേവിക്കുന്ന ഓരോ നിമിഷവും അതൊരു വിത്ത അനുഗ്രഹമായി തിരിച്ചു വരും. അതുകൊണ്ട് പ്രിയരെ, സേവനം നിർവഹിക്കുക, അനുഗ്രഹം അനുഭവിക്കുക, ദൈവത്തെ ആദ്യം വെക്കുക, ജീവിതം ശരിയായി നിൽക്കും. നമ്മുടെ കൈ ദൈവത്തിന് മുമ്പിൽ തുറക്കുക, ദൈവത്തിൻ്റെ കൈ നമ്മിലേക്ക് തുറക്കും. സേവനമാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ. ഇന്നത്തെ ലോകത്തിൽ നാം പലപ്പോഴും അനുഗ്രഹം മാത്രം അന്വേഷിക്കുന്നവരല്ലേ? പക്ഷേ ദൈവം നമ്മോട് പറയുന്ന വളരെ ലളിതമാണ്, എന്നെ സേവിക്കൂ. അപ്പോൾ ജീവിതത്തിലെ കുറവുകളെ അവൻ നിറയ്ക്കും, രോഗങ്ങളെ നീക്കും, സമാധാനം നമുക്ക് നൽകും. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം, ഞാൻ ദൈവത്തെ സേവിക്കുന്ന ജീവിതം നയിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഒഴുകിയെത്തും. പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, നിന്നെ സേവിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ജീവിതത്തിൽ നിന്നെ ആദ്യം വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗങ്ങളും ദുഃഖങ്ങളും നീക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.